മണിപ്പൂരിലേക്ക് പോയാൽ സെൻസസിന് മുൻപ് പൗരത്വ നിയമം നടപ്പിലാക്കണമെന്ന ആവശ്യമായി മെയ്തേയ് സംഘടനകൾ കേന്ദ്ര സർക്കാരിനെ സമീപിച്ചു. സെൻസസിന് മുൻപ് അനധികൃത കുടിയേറ്റം തിരിച്ചറിയണം, നിയമവിരുദ്ധമായി താമസിക്കുന്നവർക്ക് ഭരണഘടനാ അവകാശങ്ങൾ നൽകുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്നും ആവശ്യം. സെപ്റ്റംബർ മാസത്തിലാണ് മണിപ്പൂരിൽ സെൻസസ് നടപടികൾ ആരംഭിക്കുന്നത്. വൈ.എസ്. അഭിനന്ദാണ് ചേരുന്നത്. അഭിനന്ദ, എന്താണ് മെയ്തേയ് വിഭാഗത്തിന്റെ ഈ ആവശ്യത്തിന് പിന്നിൽ? വിനീത, സംഘർഷങ്ങൾ തുടങ്ങി 3 വർഷത്തിനിപ്പുറവും മണിപ്പൂർ അശാന്തമാണെന്ന് വ്യക്തമാക്കുന്ന ഓരോ തരത്തിലുള്ള സംഭവങ്ങളാണ് പുറത്തു വരുന്നത്. അതിനിടയിലാണ് മെയ്തേയ് സംഘടനകൾ ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെ സമീപിച്ചിരിക്കുന്നത്. സെൻസസിന് മുമ്പ് പൗരത്വ നിയമം അത് പ്രാവർത്തികമാക്കണമെന്നാണ് മെയ്തേയ് സംഘടനകൾ കേന്ദ്ര സർക്കാരിന് അയച്ച കത്തിൽ പറയുകയും ചെയ്ത് നേരിട്ട് കാണാനുള്ള നടപടികളിലേക്കും കൂടി കടക്കുകയാണ് മെയ്തേയ് സംഘടനകൾ. സെപ്റ്റംബർ മാസത്തിലാണ് സെൻസസ് നടപടികൾ ആരംഭിക്കാനുള്ളത്. അതിനു മുമ്പ് തന്നെ മണിപ്പൂരിൽ സംസ്ഥാനത്ത് തന്നെയാണ് ജനിച്ചതെന്ന് ഉറപ്പാക്കണം, അവിടെ തന്നെയാണ് താമസിക്കുന്നത്, അവിടെ തന്നെയാണ് ജീവിക്കുന്നതെന്ന് ഉറപ്പാക്കുന്ന സർട്ടിഫിക്കറ്റുകൾ നൽകണം. അല്ലാതെ ചില ആളുകൾ മണിപ്പൂരിൽ കടന്നുകൂടിയിട്ടുണ്ട്, അവരാണ് ഈ സംഘർഷങ്ങൾക്ക് നേതൃത്വം നൽകുന്നതെന്നും സംഭവങ്ങൾ കുറച്ചുകൂടി കലുഷിതമാക്കുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകുന്നത് ഇവരാണെന്നും ചൂണ്ടിക്കാണിച്ചാണ് ഇപ്പോൾ മെയ്തേയ് സംഘടനകൾ കത്ത് നൽകിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ കുക്കി മെയ്തേയ് വിഭാഗങ്ങൾ തമ്മിലായിരുന്നു സംഘർഷമെങ്കിൽ പിന്നീട് അവിടെ രാഷ്ട്രപതി ഭരണത്തിന് പിന്നാലെ മുഖ്യമന്ത്രി അധികാരത്തിൽ വരുന്നു, പിന്നീട് കുക്കി നാഗ വിഭാഗങ്ങൾ തമ്മിൽ സംഘർഷമാകുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരമൊരു തീരുമാനം ഇപ്പോൾ മെയ്തേയ് സംഘടനകൾ കൈക്കൊണ്ടിരിക്കുന്നത്. പൗരത്വം ഉണ്ടെങ്കിൽ മാത്രം സെൻസസ് നടപ്പിലാക്കിയാൽ മതിയെന്ന് കേന്ദ്ര സർക്കാരിനോട് പറഞ്ഞിരിക്കുകയാണ് മെയ്തേയ് സംഘടനകൾ. വിനീത, ശരി, വൈ.എസ്. അഭിനന്ദ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.